ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് ടെൻഡർ വിവാദം. പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച യുഡിഎഫ് അംഗങ്ങൾ. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യുഡിഎഫ് അംഗങ്ങളുടെ പ്രതിഷേധം. ഗ്രാമപഞ്ചായത്തിലെ 2025-26 വർഷത്തെ തെരുവ് വിളക്ക് അറ്റകുറ്റപ്പണിക്കായുള്ള ടെൻഡറുമായി ബന്ധപ്പെട്ട വിവാദം ശക്തമാകുന്നു. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷത്തെ യുഡിഎഫ് അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. പഞ്ചായത്ത് യോഗത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തി പരിഗണിച്ച വിഷയത്തിൽ ടെൻഡർ വ്യവസ്ഥകൾ ലംഘിച്ച് പ്രവർത്തനം നടന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. 14-15 വാട്ട് ബൾബുകൾ സ്ഥാപിക്കേണ്ടതിന് പകരം പല സ്ഥലങ്ങളിലും 9 വാട്ട് ബൾബുകളാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് അംഗങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതുമൂലം പൊതുജനങ്ങൾക്ക് ആവശ്യമായ വെളിച്ചം ലഭിക്കാത്തതും സുരക്ഷാ പ്രശ്നങ്ങൾ ഉയരുന്നതും ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം നിരാകരിച്ച് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് വിടാൻ തീരുമാനിച്ചതിനെ തുടർന്ന് യുഡിഎഫ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. അഴിമതി മറച്ചുവെക്കാൻ അന്വേഷണം ഒഴിവാക്കാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ യുഡിഎഫ് അംഗങ്ങൾ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മുൻ എൽഡിഎഫ് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെയും ജനങ്ങളുടെ നികുതിപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൂർണ്ണ സുതാര്യത ഉറപ്പാക്കി കരാറുകാരൻ സുജിത്ത് നടത്തിയ ടെൻഡർ ലംഘനത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അടിയന്തരമായി വിജിലൻസ് അന്വേഷണം നടത്താത്ത പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും യുഡിഎഫ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ടി.ഒ. സെബി, കെ.എൽ. പോൾസൺ, അനീഷ് ആന്റണി, അനുഷ ഷാഫർ, ജെസി ജോസഫ്, റസിയ അലി, ഷൈസിന ജിംഷാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗത്തിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കും പ്രതിഷേധവും നടന്നത്. കഴിഞ്ഞ വർഷങ്ങളും ഏകദേശം 10 വർഷത്തോളമായി ഈ കോൺട്രാക്റ്റുകാരൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഉറപ്പാണ്, ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും അതിൻ്റെ മുൻപുള്ള ഭരണസമിതിയുടെ കാലത്തും തുടർന്നു പോയിരുന്നു. അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രതിപക്ഷ മെമ്പർമാരായ 7 പേര് ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഞങ്ങൾ ഈ സമരമുറ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു.